ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമിസ് ടിപ്സ് ആൻഡ് ഡോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വാട്ടർ കാൻഡിൽ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് തന്നെ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, ഒരു ബൗളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും നമുക്കറിയാൻ പറ്റുമല്ലോ ഇതിലാണ് ഭംഗി എന്നുള്ളത്, ഗ്ലാസ്സിലാണോ ബൗളിലാണെന്ന്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഒരു ബൗളും കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പകുതി മുക്കാലെടുക്കുക. പകുതി എടുത്താലും കുഴപ്പമില്ല, പകുതി മുക്കാലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. എന്നിട്ട് ഒരു പകുതി മുക്കാൽ എന്ന് പറയുമ്പോൾ ഒരു മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാൽ ഭാഗം വേണ്ട, അതിൻ്റെ ഒരു ഇത്തിരിയും കൂടി എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട് വെള്ളം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ അറിയാമല്ലോ, കണ്ട ഈ ഒരു ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നമുക്ക് പ്ലെയിൻ ആയിട്ട് എന്താ പറയുക, ഇങ്ങനെ തന്നെ ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. ഇത് വളരെയധികം നല്ലതാണ് ഇങ്ങനെ ചെയ്തിരുന്നത്, നല്ല രസമായിരിക്കും കാണാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ കളറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കളറിന് വേണമെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ഇതാണെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പച്ചയും നീലയും വയലറ്റും മഞ്ഞ കറുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമുക്ക് വീട്ടിൽ പറ്റുന്ന എന്താ പറയുക എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കളേഴ്സ്. അപ്പോൾ ഞാനൊരു കളറായിട്ട് ഉജാല ആണ് എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് ഉജാല ഒരു 3-4 തുള്ളി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസ്സിൽ ഉജാലയാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു 3-4 തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു കളർ കൊടുക്കുക എന്നുള്ളത്, നമുക്ക് ഈ ബൗളിൽ മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞ കളർ കിട്ടുമല്ലോ നമുക്ക്. അപ്പോൾ അതാണ് വേറൊരു കളറായിട്ട് ഞാൻ ഇടുന്നത്, മഞ്ഞപ്പൊടിയാണ് കേട്ടോ. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് ആ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആവും കളറുകൾ. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് വാട്ടർ കണ്ടിൽ ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ്, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് നമുക്ക് തിരി ഇട്ട് കൊടുക്കാനുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ നമുക്ക് റൗണ്ട് ഇതായിട്ട് മുറിച്ച് അത് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടൂലേ, അങ്ങനെ അത് സൂക്ഷിച്ച കവറാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് അത് കട്ട് ചെയ്ത് കൊടുക്കുക, സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു പീസ് മതി ശരിക്കും. ഒരു ഗ്ലാസ് കുഞ്ഞു ഗ്ലാസും കുഞ്ഞു ബൗളും അല്ലേ, അപ്പോൾ അത് മതി. റൗണ്ട് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അല്ലേ, അറിയാൻ പറ്റാത്തത് ഇത് കണ്ട് പഠിച്ചോട്ടാ. ഇതിങ്ങനെയാണ് റൗണ്ട് കട്ട് ചെയ്യണം. നമുക്ക് റൗണ്ടിലും പൂവിലൊക്കെ ഷേപ്പിൽ എന്ത് വേണമെങ്കിലും ഇങ്ങനെ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഈ ഒരു ഷീറ്റ് മാത്രം മതി, കണ്ടെങ്കിൽ ഈ ഒരു ഇത് മതി. ഇതുകൊണ്ട് നമുക്ക് രണ്ടും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് രണ്ടായിട്ട് മുറിക്കാൻ പോകണം ആദ്യം ഞാൻ. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്കുള്ളതും അതുപോലെ ബൗളിലേക്കായിട്ടുള്ള റൗണ്ട് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിങ്ങനെ ഒന്നും കൂടി മടക്കിയിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കുകയാണ്. ചതുരം ഇങ്ങനെ ഇതുപോലെ കോണ് പോലെ ചുട്ടിയെടുക്കുകയാണ്. നമുക്ക് സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ പൂവിൻ്റെ ഷേപ്പിൽ വിടണമെങ്കിൽ പൂ പോലെയൊക്കെ ആവും കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പൂവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണേ. ഇതൊക്കെ അങ്ങനെ കട്ട് ചെയ്യാനോട് വല്ല പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, എന്നാലും വെറുതെ അങ്ങനെ കട്ട് ചെയ്തതന്നേ ഉള്ളൂ. ഉണ്ടാ ചെറിയൊരു പൂവിൻ്റെ ഷേപ്പായില്ലേ. പിന്നെ അടുത്തതും ഇതേപോലെ നമുക്ക് ബൗളിലത്തേക്കുള്ളതാണ്. നമുക്കൊരു ഗ്ലാസ്സിലോട്ട് വെക്കാനുള്ളത് വേണം. ഗ്ലാസ്സിൽ ചെറുത് മതി. ഇതിപ്പോൾ ബൗളിൽ ഇത്തിരി വലുതല്ലേ ഗ്ലാസ്സിന്, അപ്പോൾ അതിനേക്കാട്ടും ഇത്തിരി ചെറുതുണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നടുക്കൊരു ഊട്ട വെച്ച് കൊടുക്കണം. അപ്പോൾ ആ സിസേഴ്സ് കൊണ്ട് തന്നെ നടുക്കൊരു ഊട്ട വെച്ച് കൊടുക്കുക. നമുക്ക് വേഗം കഴിയും. ഉണ്ടാ തിരിയിട്ട് കൊടുക്കാനാണ് ഇങ്ങനെ ഊട്ട വെക്കണത്, കണ്ട. അപ്പോൾ രണ്ടിലും നന്നായിട്ട് ഊട്ട വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ തിരിയിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ചെറിയ തിരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അതെടുക്കുക. പിന്നെ തിരിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ കോട്ടൻ്റെ തുണിയോടൊന്നും മടക്കിയിട്ടുണ്ട് നന്നായിട്ട് ചുരുട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ തിരിയായി. അപ്പോൾ അതായാലും എടുക്കുക. അപ്പോൾ ഇതാണ്ട ഈസി ആയിട്ട് കയറ്റിയില്ലേ. അപ്പോൾ രണ്ടിലും ഇതേപോലെ തിരി കയറ്റി വെക്കുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഭയങ്കര ഈസിയാണ്, എല്ലാം വളരെ എളുപ്പത്തിൽ കഴിയും. നെക്സ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം ഇതിലോട്ട്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോകണേണ് കേട്ടോ.
ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത് ഒഴിക്കാനായിട്ട്. അതൊരു നല്ല കളറായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നല്ലെണ്ണ എടുത്തത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പപ്പടമൊക്കെ കാച്ചിട്ട് ബാക്കിയുള്ള എണ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എണ്ണ ഉണ്ടെങ്കിൽ ഉപയോഗിച്ച ശേഷമുള്ള ബാക്കിയുള്ള എണ്ണ ഉണ്ടെങ്കിൽ അതായത് ഉപയോഗിക്കാം. പക്ഷേ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും സ്മെല്ല് വരും തിരി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജാസ്മിൻ ഓയിലില്ലേ, നമ്മൾ മുടിയിലൊക്കെ പറ്റുന്ന മുല്ലപ്പൂവിൻ്റെ എണ്ണയൊക്കെ അതുണ്ടെങ്കിൽ അതൊരു ഇത്തിരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല മണമായിരിക്കും. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ എണ്ണ. ഈ ഒരു മേളിലും പൊങ്ങി വന്ന രീതിയിൽ ഒഴിക്കണ്ട, എന്നാലും എന്താ പറയുക ഒരു ലെയർ കണ്ട ആ ഒരു ഇതിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ തിരി ഇട്ട് കൊടുക്കാം. തിരി ഇടുമ്പോൾ തിരി ഒന്ന് ജസ്റ്റ് എണ്ണയിൽ ഒന്ന് തൊട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പം ഞാൻ ഇതിൽ നിന്ന് തന്നെ ഇത്തിരി ചെറുതെടുത്ത് തോണ്ടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് രണ്ടും അങ്ങനെ ഇത്തിരി തിരിയുടെ ആ ഒരു അറ്റത്ത് ഇത്തിരി എണ്ണ തേച്ചിട്ട് അരോട്ട് ഇട്ട് കൊടുക്കാവേ. നിങ്ങൾ വിചാരിക്കും വെള്ളത്തിൽ ഇത് കിടന്നില്ല പോകുക ഇതായി പോകുന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമില്ല, അത് അവിടെ നിന്ന് കത്തിക്കോളും. രാത്രി കറണ്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. മെഴുതിരില്ലെങ്കിൽ ഇത് വളരെ ഈസി അല്ലേ. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം നമ്മുടെ വാട്ടർ ക്യാൻഡിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കത്തിച്ചു കൊടുത്താൽ മാത്രം മതി. ഞാൻ കത്തിച്ചു കൊടുക്കുകയാണേ. ഇതിപ്പോൾ പകലായതുകൊണ്ട് അത്ര വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ രാത്രിയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. കണ്ട ഇപ്പം തന്നെ നല്ല രസമില്ലേ കാണാനായിട്ട്. കണ്ട രാത്രി എടുക്കണം, രാത്രി എടുത്താലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ചെറിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ പകുതി വെള്ളവും പകുതി എണ്ണയും ഒഴിച്ചിട്ട് ചെയ്യാം. അത് നല്ല ഭംഗിയായിരിക്കും. നല്ലെണ്ണ എടുക്കണമെങ്കിൽ ആ നല്ലെണ്ണയുടെ കളറും നല്ല രസമായിരിക്കില്ലേ. പ്യുവർ വെള്ളവും സാധാരണ വെള്ളവും നല്ലെണ്ണയും മാത്രം ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതേപോലെ നമുക്ക് കല്ലുകളും ഇതേപോലെ എന്താ പറയുക മറ്റേ എന്താ പറയുക കക്കയില്ലേ, കക്കയുടെ തോടൊക്കെ അതൊക്കെ കൊണ്ടാണെങ്കിൽ ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പം അതേപോലെ നമ്മുടെ ഗ്ലാസ്സിൽ വറുക്കുന്നുണ്ടെങ്കിൽ അതും നല്ല ഭംഗിയായിരിക്കും. അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.